പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി 9:2. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഹല്ലേലൂയ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവൻ പ്രസാദമില്ല. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ഹല്ലേലൂയ. ദൈവം വളരെ വ്യക്തമായിട്ട് തന്റെ ദാസന്മാരെ കുറിച്ച്, തന്നിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച്, ദൈവത്തിന്റെ നീതിമാന്മാരെ കുറിച്ച് ദൈവം വ്യക്തമായിട്ട് തന്റെ വചനത്തിൽ പറയുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. വിശ്വാസമാണ് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതി ലഭിച്ച എല്ലാവരും വിശ്വാസത്താലാണ് അവരുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 24-25 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവൻ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ വിശ്വാസത്താൽ ഹല്ലേലൂയ നീതീകരണം ലഭിച്ചവരാണ് ഹല്ലേലൂയ ദൈവ സഭയുടെ അംഗങ്ങളായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വാസം നമ്മളെ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതീകരണത്തിന് ഇടയാക്കി തീർത്തു. കാരണം അവന്റെ നാമത്തിലാണ് ഹല്ലേലൂയ മാനസാന്തരവും പാപമോചനവും എന്ന ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവന്റെ നാമം മൂലം പാപമോചനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി തന്റെ ശിഷ്യന്മാരോട് അത് പറയുവാനിടയായി തീർന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും
അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവനാണ് ഹല്ലേലൂയ ആമേൻ നീതീകരണം. നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിൽ ഏൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉറപ്പിച്ചിരിക്കുന്ന എന്നാണ് അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ധരിച്ചിരിക്കുന്ന അവൻ ഏതു ഹല്ലേലൂയ അവൻ വ്യക്തിയായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ സ്തോത്രം, അവനെ ക്രിസ്തു യേശുവിൽ ദൈവം നീതീകരിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ദി ലോർഡ് യേശുക്രിസ്തുവിനുള്ള നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഹല്ലേലൂയ ആമേൻ സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ഹല്ലേലൂയ പാപമോചനത്തിന് ഹല്ലേലൂയ അവൻ പ്രാപ്തനാണ്. ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനത്തിന് ഹല്ലേലൂയ അവൻ അർഹനാണ്. അവന്റെ പാപങ്ങളെ ദൈവം മോചിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ സകല പാപങ്ങൾക്കും പരിഹാരമായി യേശുക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചു. എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തില് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യന്റെ പാപത്തിന്റെ വിടുതലിനായി അവന്റെ പാപത്തിന്റെ മോചനത്തിനായാണ് യേശുക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചത്. റോമാസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ വാക്യങ്ങൾ, അതിന്റെ 9 മുതൽ വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിച്ചയിലെ മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിലുള്ള പാപ ഹല്ലേലൂയ മോചനത്തിന് ഹല്ലേലൂയ അവന്റെ നാമം ധരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും അർഹരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഹല്ലേലൂയ രക്ഷ അവൻ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ലഭിക്കുവാനിടയായി തീരും. വേദപുസ്തകത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ആദ്യമായി വായിച്ച ഭാഗം മത്തായി 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഹല്ലേലൂയ ചിലര് കിടക്കയിൽ കിടക്കുന്ന ഒരു പക്ഷവാത രോഗിയെ യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുവാനിടയായി തീർന്നു. ആ പക്ഷവാത രോഗിയെ ഹല്ലേലൂയ സ്തോത്രം സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് ആ പക്ഷവാതക്കാരനോട് പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു ആ പക്ഷവാതക്കാരനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ശാസ്ത്രിമാരിൽ ചിലർ ഇപ്രകാരം ചിന്തിച്ചു, ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്താ എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. കർത്താവ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്താ? നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ വിഷ്ണുത്തിന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്
അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. അവൻ സൗഖ്യമായി. അവൻ അവന്റെ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റു. കർത്താവ് അവനെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലുമായി വ്യാപരിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. യേശു അവരോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവരുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ ഹല്ലേലൂയ അവയെ പറഞ്ഞിരിക്കുന്ന ഭാഗം, അമ്മയെ തന്റെ ഹല്ലേലൂയ മകളെ ഒരു ഭൂതോപദ്രവത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നതായ ഹല്ലേലൂയ ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ കുറിച്ച് കർത്താവ് അവിടെ പറയുകയാണ്. എന്താണ്? ഹല്ലേലൂയ, അവൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല, ഹല്ലേലൂയ ആമേൻ, എന്ന് കർത്താവ് നന്നല്ല എന്ന് ഹല്ലേലൂയ കർത്താവ് ആ സ്ത്രീയോട് പറയുമ്പോൾ, ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ആ സ്ത്രീ ഇവിടെ നടത്തുകയാണ്. എന്താണ്? ഹല്ലേലൂയ, അവൻ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് ഹല്ലേലൂയ ആ സ്ത്രീ വിശ്വാസത്തോടെ പറയുകയാണ്. ഹല്ലേലൂയ, അവളുടെ വിശ്വാസം കണ്ട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ കർത്താവ് ആ കനാന്യ സ്ത്രീയോട് പറയുന്നു, മകളെ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേ ഉള്ള വിശ്വാസം ഹല്ലേലൂയ ആമേ സ്തോത്രം അവന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ പ്രാപ്തമായതാണ്. ആമേ അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ഹല്ലേലൂയ എന്ന് കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ശിഷ്യന്മാർ ഹല്ലേലൂയ ആമേ കാറ്റും കോളും ഹല്ലേലൂയ ആമേ സ്തോത്രം അവസാനിച്ചപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, കർത്താവിന് സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ, അവൻ വിശ്വാസത്തിന്റെ വർധനവ് ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക സ്വാതന്ത്ര്യത്തിന് കാരണമായി തീരും. വിശ്വാസത്തിന്റെ വർധനവ് ഒരു വ്യക്തിയിൽ ദൈവിക പ്രവൃത്തിയുടെ അവൻ ഫലം അനുഭവിക്കുവാൻ കാരണമായി തീരും. വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ആമേ സ്തോത്രം വർധനവ് ദൈവത്തിന്റെ പ്രവൃത്തി ഒരുവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കൊണ്ടുവരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ആമേൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, ശിഷ്യന്മാരോട് കർത്താവ് പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുംപണിയുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അതും നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് സംഭവിക്കും എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ,
തന്റെ മകന്റെ സൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കൽ വന്നതായ ആ മനുഷ്യനോട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആ മനുഷ്യന്റെ പ്രാർത്ഥന കർത്താവ് കേട്ട് അവന്റെ മകനെ ചന്ദ്രരോഗത്തിൽ നിന്നും കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ. അത് തങ്ങൾക്ക് എന്തുകൊണ്ട് അപ്രകാരം സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കർത്താവ് പറയുമ്പോൾ നിങ്ങളുടെ ഹല്ലേലൂയ അല്പവിശ്വാസം നിമിത്തമത്രേ എന്നാണ് കർത്താവ് അതിനെ കുറിച്ച്. അല്പവിശ്വാസം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമാണ്. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നടത്തപ്പെടുമ്പോൾ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തി ഹല്ലേലൂയ അവൻ നടക്കുവാനിടയായി തീരും. ഹല്ലേലൂയ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ മേഖലകളിൽ ഹല്ലേലൂയ നമ്മൾ കേട്ടിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സുകളെ, നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ, അതൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന പ്രവൃത്തികളാണ്. ഹല്ലേലൂയ നെഗറ്റീവ് തോട്ട്സുകൾ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, നെഗറ്റീവായിട്ടുള്ള ഹല്ലേലൂയ ചിന്താഗതികൾ, ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്നും വിരുദ്ധമായ ഹല്ലേലൂയ ചിന്താഗതികൾ, ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആമേൻ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അധികാരം ഉപയോഗിക്കുവാൻ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൽപ്പന കൊടുത്തു. ഹല്ലേലൂയ അവർ ചെന്നിടത്തെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നുവെന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവിനോട് തന്റെ ശിഷ്യന്മാർ വന്ന് പറയുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല എന്ന് കർത്താവ് അവരോട് വ്യക്തമായി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ഇവിടെയും കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ സ്വന്തം വിശ്വാസത്താൽ കടുകുമണിയോടെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. ഹല്ലേലൂയ സ്തോത്രം ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ അത് പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ ആ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം തന്റെ ജന്മ സ്ഥലമായ തന്റെ ഹല്ലേലൂയ ദേശമായ നസ്രത്തിൽ ചെന്നു. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അവന് ഹല്ലേലൂയ ചില ചുരുങ്ങിയ അത്ഭുതങ്ങളല്ലാതെ ഹല്ലേലൂയ വിടുതലുകളല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസത്തെ കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ അപ്പോൾ അവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അവിശ്വാസത്തിന്റെ ഹല്ലേലൂയ കണിക എവിടെയൊക്കെ ഉണ്ടോ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഹല്ലേലൂയ കാലഘട്ടങ്ങളിൽ തന്നെ ഹല്ലേലൂയ ഉള്ള സംഭവങ്ങൾ നമുക്ക് വളരെ വ്യക്തമായത് വരച്ചു കാട്ടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അവിശ്വാസത്തെ ഹല്ലേലൂയ കുടഞ്ഞു കളയുവാൻ ഇടയാക്കി തീർക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ ഹല്ലേലൂയ കൈമേൽ ഹല്ലേലൂയ സ്തോത്രം ഒരു പാമ്പ് ഹല്ലേലൂയ ചുറ്റി ഹല്ലേലൂയ സ്തോത്രം അത് അവന്റെ കൈമേൽ പറ്റി കിടന്നുകൊണ്ടിട്ട് ഹല്ലേലൂയ ആമേ സ്തോത്രം ദ്വീപിലുള്ളവർ ഹല്ലേലൂയ ഇങ്ങനെ ചിന്തിച്ചു. ഹല്ലേലൂയ അത് പറ്റി ഹല്ലേലൂയ അവൻ അടുത്ത ചില ഹല്ലേലൂയ മിനിറ്റുകൾക്കുള്ളിൽ ഹല്ലേലൂയ വീർത്ത് മരിക്കും. ഹല്ലേലൂയ അഥവാ ഹല്ലേലൂയ ആ പാമ്പിന്റെ ഹല്ലേലൂയ പ്രത്യേകത അത്രയ്ക്കും വിഷമുള്ള ഒന്നാണ്. അത് കയ്യിൽ പറ്റിയാൽ മതി ഹല്ലേലൂയ സ്തോത്രം അത് ഒരു മനുഷ്യനെ കൊല്ലുവാനിടയായി തീരും. ഹല്ലേലൂയ പ്രത്യേകിച്ച് കടൽ പാമ്പുകൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ വിഷമുള്ള ഇനങ്ങൾപ്പെട്ടതാണ് കടൽ പാമ്പുകൾ. ഹല്ലേലൂയ അവയിൽ ഒന്നാണ് പൗലോസിന്റെ കൈമേൽ ചുറ്റിയത്. ഹല്ലേലൂയ അത് ചുറ്റിയ മാത്രയിൽ അവിടെയുള്ള ഹല്ലേലൂയ ആ ദേശത്തിന്റെ മനുഷ്യർ പൗലോസ് പെട്ടെന്ന് മരിച്ചു വീഴുമെന്ന് കരുതി. എന്നാൽ പൗലോസിന് ഒന്നും സംഭവിച്ചില്ല. തന്റെ കയ്യിൽ ചുറ്റിയ പാമ്പിനെ പൗലോസ് കുടഞ്ഞു കളയുവാനിടയായി തീർന്നുവെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഹല്ലേലൂയ അവിശ്വാസത്തിന്റെ പലവിധ ഒഴുക്കുകളാൽ ആമേൻ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ അവിശ്വാസത്തിന്റെ ഹല്ലേലൂയ ഒഴുക്കുകളെ, അവിശ്വാസത്തിന്റെ കെട്ടുകളെ നാം കുടഞ്ഞു കളയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്രകാരം കുടഞ്ഞു കളയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷപാതക്കാരന് ഹല്ലേലൂയ വിശ്വാസമില്ലായിരുന്നാൽ പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ടുവന്ന ഹല്ലേലൂയ സ്തോത്രം ആ ഹല്ലേലൂയ അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കർത്താവ് കണ്ടു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് ഹല്ലേലൂയ അവസ്ഥയായാലും അവരുടെ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി വേണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. ഒരു ദൈവ പ്രവൃത്തിക്ക് വിശ്വാസത്തിന്റെ ശക്തമായ ഒരു പ്രവൃത്തി വേണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യന്തികമായ പ്രവൃത്തി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ ഇടയായി തീരും എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർക്കോസ് സുവിശേഷം 46-ാം അധ്യായം, മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ കർത്താവായ യേശുക്രിസ്തു യെരിഹോവിൽ നിന്നും യെരൂശലേമിലേക്ക് കടന്ന് പോകുന്ന സമയത്തിൽ അമ്മയുടെ ഗർഭം മുതൽ കുരുടനായ ഒരു ഭിക്ഷക്കാരൻ ആ യെരിഹോവിന്റെ വഴിയെ ഇരുന്നിരുന്നു. അവിടെ അമ്മയുടെ ഗർഭം മുതൽ അവൻ കുരുടനായി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുവാൻ ഒരു കാരണമുണ്ട്. അങ്ങനെ ചിന്തിക്കുവാൻ കാരണം ഇസ്രായേലില് ഹല്ലേലൂയ ആമേൻ ഒരു ചട്ടമുണ്ട്. അപ്രകാരമുള്ള ഒരു ചട്ടത്തിലാണ്, ഹല്ലേലൂയ നിയമത്തിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. ഇസ്രായേലിൽ ഹല്ലേലൂയ അവൻ കൊടുത്തിരിക്കുന്ന ചട്ടപ്രകാരം അന്ധൻ, അതേപോലെ അംഗവൈകല്യമുള്ളവൻ, അതേപോലെ ഊമൻ എന്ന് പറയുന്ന അത് അപ്രകാരം ഹല്ലേലൂയ ആമേൻ അംഗവൈകല്യമുള്ള ഒരുവനെയും ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ പാടില്ല. ഹല്ലേലൂയ ആമേൻ. അപ്പോ ഒരു കുഞ്ഞ് ഹല്ലേലൂയ അവൻ അംഗവൈകല്യമുള്ളവനായി ജനിക്കുന്നുവെങ്കിൽ അവന് ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ പാടില്ല എന്ന് ഇസ്രായേലിൽ ചട്ടമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അംഗവൈകല്യമുള്ള അമ്മേ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം അമ്മേ മിക്കവാറും ഹല്ലേലൂയ പേര് കാണുകയില്ല. ഹല്ലേലൂയ. ഇവിടെയും ഹല്ലേലൂയ ഈ കുരുടനായ ഈ അന്ധനായ മനുഷ്യന്റെ പേര് കൊടുത്തിരിക്കുന്നത് ബർത്തിമായി എന്ന. ഹല്ലേലൂയ. ബർത്തിമായി എന്ന് കേൾക്കുമ്പോ നമുക്ക് തോന്നും ബർത്തിമായി എന്ന് അവന്റെ പേരാണ്. ഹല്ലേലൂയ. അതവന്റെ പേരല്ല. ഹല്ലേലൂയ. ബർ എന്ന് വെച്ചാൽ മകൻ എന്നാണ് അർത്ഥം. തിമായി എന്ന് വെച്ചാൽ അത് അവന്റെ അപ്പന്റെ പേരാ. അപ്പോ ബർത്തിമായി എന്ന വാക്കിന്റെ അർത്ഥം തിമായിയുടെ മകൻ എന്ന. ഹല്ലേലൂയ. തിമായിയുടെ മകൻ എന്ന് ഹല്ലേലൂയ അവൻ ദേവാലയത്തിൽ കൊണ്ടുപോയി ഒരുവന് പേര് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിമായിയുടെ മകനായ ഈ ബർത്തിമായി ഹല്ലേലൂയ എന്ന അവന്റെ മാതാപിതാക്കളും അവന്റെ സഹോദരങ്ങളും ഹല്ലേലൂയ അവനെ വിളിച്ചു. ഹല്ലേലൂയ തിമായിയുടെ മകനെ, തിമായിയുടെ മകനെ എന്നാണ് ഇവന്റെ പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഈ അന്ധനായ മനുഷ്യൻ
അവൻ യെരിഹോവിന്റെ വീതിയിൽ നിന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ വഴി വന്നു. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തിന് ശബ്ദം കേട്ട് അവൻ പുരുഷാരത്തോട് ചോദിച്ചു, എന്താ ഇത്ര വലിയ ബഹളം? എന്താണ് ഇത്രയും ഹല്ലേലൂയ ജനം ഹല്ലേലൂയ ഇവിടെ കൂടി പോകുന്നത്? എന്താണ് ഇതിന്റെ കാര്യമെന്ത് എന്ന് അവൻ ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ആ വഴി അരികിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഹല്ലേലൂയ ജനസമൂഹത്തിൽ നിന്ന് അവനോട് ചില പ്രകാരം വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, നസറായനായ യേശു ഈ വഴി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നസറായനായ യേശു ഈ വഴി വരുന്നുണ്ട് എന്ന് ഹല്ലേലൂയ ഈ തിമായിയുടെ മകനോട്, അന്ധനായ ഈ ഭിക്ഷക്കാരനോട് ഹല്ലേലൂയ ആ വഴിയാത്രക്കാരൻ അല്ലെങ്കിൽ ഹല്ലേലൂയ ആ പുരുഷാരത്തിൽ ഒരുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ അന്ധനായ മനുഷ്യൻ ഹല്ലേലൂയ അവനെ സ്തോത്രം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഉച്ചത്തിൽ വിളിച്ച് അല്ലെങ്കിൽ ഹല്ലേലൂയ ആ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്. അവൻ കേട്ടത് നസറായനായ യേശു ഈ വഴി പോകുന്നു എന്ന്. പക്ഷെ അവൻ പറഞ്ഞത് ദാവീദ് പുത്രനായ യേശുവേ. ഹല്ലേലൂയ, സ്തോത്രം. അമേ കർത്താവിന്റെ ഹല്ലേലൂയ, അമേ സ്തോത്രം. കുലം പോലും ഹല്ലേലൂയ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ കർത്താവിനെ നേരെ അവൻ തനിക്ക് സൗഖ്യമാകുവാൻ വേണ്ടി നിലവിളിക്കുന്നത്. അവൻ ദാവീദിന്റെ പുത്രനാണ് ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ ഈ അന്ധനായ മനുഷ്യൻ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ സ്തോത്രം സന്നിധിയിലേക്ക് ആമേ തന്റെ വിശ്വാസത്തെ ആമേ സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, ആമേ നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് ഈ മനുഷ്യൻ നസ്രായനായ യേശുവേ എന്നല്ല വിളിച്ചു പറഞ്ഞത്. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ് ഈ മനുഷ്യൻ വിളിച്ചു പറയുവാനിടയായിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, എന്ന് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, വിശ്വാസത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ആരെല്ലാം നിരുത്സാഹപ്പെടുത്തിയാലും ഹല്ലേലൂയ അവരുടെ നിരുത്സാഹം ഹല്ലേലൂയ അവന്റെ ഉത്സാഹത്തെ കെടുത്തുകയില്ല. അവർ ഹല്ലേലൂയ ചെയ്യുന്ന നിരുത്സാഹപ്പെടുത്തൽ ഹല്ലേലൂയ അവന്റെ ഉത്സാഹത്തെ, വിശ്വാസമുള്ളവന്റെ ഉത്സാഹത്തെ ഒരിക്കലും കെടുത്തിക്കളയുകയില്ല. ഹല്ലേലൂയ. അനേകം നിരുത്സാഹപ്പെടുത്തുവാനിടയായി മിണ്ടാതിരിക്കുക, നീ അടങ്ങിയിരിക്കുക. ഹല്ലേലൂയ. അവയെ സ്തോത്രം എന്നൊക്കെയും ഹല്ലേലൂയ അവനെ അവർ ശാസിച്ചു. അവിടെ പറയുന്നു പലരും അവനെ ശാസിച്ചു എന്ന്. അവന്റെ ഈ നിലവിളി കേട്ട്, അവന്റെ വിശ്വാസത്തോടെയുള്ള ഈ വിളി കേട്ട് ഹല്ലേലൂയ അവയെ സ്തോത്രം ഈ പുരുഷാരത്തിൽ ഹല്ലേലൂയ കൂടിയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആളുകൾ നിരുത്സാഹപ്പെടുത്തുവാൻ നോക്കി. ഇപ്പോഴുള്ള ഹല്ലേലൂയ ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്താൽ ഹല്ലേലൂയ ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ ഹല്ലേലൂയ നിരുത്സാഹപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഒരുപാട് പേർ ഇന്നും കാണും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വിശ്വാസത്തിന്റെ ശബ്ദമാണ് ദൈവത്തെ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ശബ്ദം മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ഒരുവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി ഒരുവന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ അവൻ വിശ്വാസം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വെളിവാക്കണം. അവന്റെ ജീവിതത്തിൽ വിശ്വാസം അവൻ വെളിവാക്കണം. ഹല്ലേലൂയ. അതിന് സ്വയം ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ എന്ത് ചെയ്യണം? ഹല്ലേലൂയ തയ്യാറാകണം. ഇവിടെ അവനെ അനേകർ ശാസിച്ചു. അവൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അനേകരെ സൗഖ്യമാക്കിയ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വരുന്ന പുരുഷാരവും ഇതേ യേശുക്രിസ്തുവിനെ കാണുവാനായി തിങ്ങിക്കൂടിയവരാ. ഇതേ യേശുക്രിസ്തുവിനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കുവാൻ തിങ്ങിക്കൂടിയവരാ.
ഇത് യേശുവിനെ കാണുവാൻ, ഇത് യേശുവിന്റെ അത്ഭുതത്തെ കണ്ടിട്ട് ഹല്ലേലൂയ കൂടി വന്നവരാണ് ഈ പോകുന്ന പുരുഷാരമൊക്കെയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ഈ ബർത്തിമായി, ഈ തിമായിയുടെ മകൻ ഹല്ലേലൂയ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും ഹല്ലേലൂയ അനുഭവിച്ചവരും ഹല്ലേലൂയ തിമായിയുടെ മകനോട് പറഞ്ഞു, ഹല്ലേലൂയ അവൻ നീ മിണ്ടി പോകരുത്. അവനെ ശാസിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനേകം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ കണ്ടവരാണ്. പക്ഷേ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ അവൻ ഇപ്രകാരമുള്ള നിലവിളികളുടെ ഹല്ലേലൂയ അവൻ സമയത്ത് ഹല്ലേലൂയ നിരുത്സാഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനവർക്ക് പല ന്യായങ്ങളും ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് അവരുടെ ന്യായം. പക്ഷേ ഹല്ലേലൂയ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ ആവശ്യക്കാരുടെ ഔചിത്യമില്ല എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. ഹല്ലേലൂയ ആവശ്യക്കാരന് ഔചിത്യമില്ലെന്ന. ഹല്ലേലൂയ അത് ആവശ്യക്കാരനെ അടുത്ത് നിൽക്കുന്നവന് ഔചിത്യമില്ല എന്നുള്ളതല്ല. ഹല്ലേലൂയ ആവശ്യക്കാരന് ഔചിത്യമില്ല. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ അവൻ നീ ആവശ്യമുള്ളവരാണെങ്കിൽ ഹല്ലേലൂയ അവനെ നിലവിളി നിർത്തരുത്. ഹല്ലേലൂയ നീ ദാവീദ് പുത്രാ യേശുവേ കരുണ തോന്നണമേ എന്നുള്ള ഹല്ലേലൂയ അവനെ സ്വതന്ത്രന്റെ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ അവനെ പ്രഖ്യാപനം നീ നിർത്തരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഹല്ലേലൂയ ആമേൻ, നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ ആരംഭിക്കുമ്പോൾ അനേകം ഹല്ലേലൂയ സ്തോത്രം നിരുത്സാഹം ഉണ്ടായിരിക്കാം. അനേകം തന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായി. പക്ഷേ ഹല്ലേലൂയ അവിടെ നീ നിർത്തരുത്. ഹല്ലേലൂയ അവരുടെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ നീ ഹല്ലേലൂയ കുടഞ്ഞെഴുന്നേറ്റ് ഹല്ലേലൂയ അവൻ നിന്റെ കയ്യിൽ പറ്റിയിരിക്കുന്നതിനെ ഹല്ലേലൂയ നീ കുടഞ്ഞു കളഞ്ഞ് ഹല്ലേലൂയ അവിടെ നിന്ന് എഴുന്നേൽക്കുമെങ്കിൽ ഹല്ലേലൂയ വചനം പറയുന്നു ഹല്ലേലൂയ യേശു അവിടെ നിന്നു. അവനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു. അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അവിടെ നിലവിളിച്ചു എന്ന് പറയുന്നത് ഹല്ലേലൂയ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ കർത്താവ് കേൾക്കണം. ഹല്ലേലൂയ കർത്താവ് നിൽക്കണം. ഹല്ലേലൂയ അവനെ തന്റെ ഹല്ലേലൂയ ഈ അന്ധതയെ കർത്താവ് മാറ്റണം. കാരണം ഹല്ലേലൂയ അവൻ കുരുടരുടെ കണ്ണുകളെ തുറന്നുവെന്ന് ഹല്ലേലൂയ ഇവൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആമേ സ്തോത്രം അവൻ ചെയ്തവരെ കേൾക്കുമാറാക്കിയെന്ന് ഇവൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ കാരണം ഹല്ലേലൂയ ദാവീദ് പുത്രനായ ഹല്ലേലൂയ മശിഹ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവൻ സകലതും നന്നായി ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ അവൻ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവൻ, അവൻ ചെകിടനെ കേൾക്കുമാറാക്കി, അവൻ ഊമനെ സൗഖ്യമാക്കി എന്ന് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഈ അന്ധനായ ഭർത്തിനായിക്കറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നസ്രായനായ യേശുവിനെ നാം കേട്ടപ്പോൾ ദാവീദ് പുത്ര എന്ന യേശുവിനെ വിളിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ സകലതും നന്നായി ചെയ്യുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവനാണെന്ന് ഹല്ലേലൂയ അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിന്റെ വിശ്വാസം ഹല്ലേലൂയ തളർന്നു പോകാത്ത വിശ്വാസമാണെങ്കിൽ ഹല്ലേലൂയ ദൈവം ആമേൻ ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പിൽ ദൈവം നിൽക്കും. ഹല്ലേലൂയ അവിടെ യേശു നിന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ എരീഹോവിൽ നിന്ന് യെരൂശലേമിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ ഹല്ലേലൂയ ആ യാത്രയ്ക്ക് മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ചു നിർത്തിയ ഒരു ഹല്ലേലൂയ വിളിയുണ്ടായിരുന്നു. ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ആ വിളിയിൽ യേശുക്രിസ്തു അവിടെ നിന്നു എന്ന് വേദപുസ്തകം
പുസ്തകം വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. അവനെ വിളിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. അവനെ വിളിപ്പീൻ. ഹല്ലേലൂയ. അവനെ വിളിപ്പീൻ എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. ഉടനെ തന്നെ അവന്റെ ചുറ്റും നിന്ന പുരുഷാരം പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. നോക്കണമേ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആമേ യേശുക്രിസ്തു നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറയുന്നത് വരെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ അവനോട് ആമേൻ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞ അതേ ജനത്തെ കൊണ്ട് ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ നീ ധൈര്യപ്പെടുക, കർത്താവ് നിന്നെ വിളിക്കുന്നു എന്ന് അവരെ കൊണ്ട് തന്നെ കർത്താവ് പറയിക്കുവാനിടയായി തീർന്നു. നോക്കണമേ, ഹല്ലേലൂയ ആമേൻ നമ്മളെ ഹല്ലേലൂയ അധൈര്യപ്പെടുത്തുന്നവരെ കൊണ്ട് തന്നെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ തന്റെ വിളിയെ നമുക്ക് അറിയിക്കും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. വളരെ വ്യക്തമായിട്ട് അതുവരെയും അവനോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞവർ ഹല്ലേലൂയ അവരെ കൊണ്ട് തന്നെ കർത്താവ് അവനെ വിളിപ്പിച്ചു. കർത്താവ് അവർ പറഞ്ഞു, ഇതാ നിന്നെ വിളിക്കുന്നു, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ ഹല്ലേലൂയ സ്തോത്രം അവൻ തന്നെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ തന്റെ പുതപ്പിട്ട് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ യാചിക്കുവാനായി ഹല്ലേലൂയ അവൻ പുതച്ചിരുന്ന ഹല്ലേലൂയ സ്തോത്രം ആ പുതപ്പ് ഹല്ലേലൂയ കർത്താവ് അവനെ വിളിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ഇട്ടുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെയും ഹല്ലേലൂയ നീ ആശ്രയിച്ചിരുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ പലതും ഉണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ വചനം, യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ വചനം നിന്റെ ഹൃദയത്തിൽ കൊള്ളുമ്പോൾ ഹല്ലേലൂയ നീ ഇതുവരെയും ഹല്ലേലൂയ പിടിച്ചിരുന്ന പലതും ഹല്ലേലൂയ വലിച്ചെറിഞ്ഞു കളയുവാൻ, ദൂരെ എറിഞ്ഞു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ അവിശ്വാസത്തിന്റെ ഹല്ലേലൂയ അവസ്ഥകളെ ദൂരെ എറിഞ്ഞു കളയുവാൻ ഹല്ലേലൂയ ദൈവം നിന്നെ ബലപ്പെടുത്തും. അപ്പോൾ ഹല്ലേലൂയ അവിശ്വാസത്തിന്റെ അവസ്ഥകളെ നീ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് നീ ദൂരെ എറിഞ്ഞു കളയുക. അന്ധനായ ഈ മനുഷ്യൻ അതുവരെയും താൻ പുതച്ചിരുന്ന പുതപ്പെടുത്തുകൊണ്ട് ഹല്ലേലൂയ അവൾ തന്റെ ദേഹത്ത് നിന്ന് വലിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു. വചനം പറയുന്നു ഹല്ലേലൂയ അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആ പുതപ്പ് അവൻ താഴെയിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. അത് പുതച്ചുകൊണ്ടാണ് അവൻ ഭിക്ഷയാചിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ആ പുതപ്പിട്ട് കളഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. അവൻ ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനെ സൗഖ്യമാക്കിയിട്ടില്ല. യേശു അവനെ സൗഖ്യമാക്കിയിട്ടില്ല ഇതുവരെ. ഹല്ലേലൂയ. പക്ഷെ അവനൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? വിശ്വാസത്താൽ അവൻ ചാടി എഴുന്നേറ്റു. വിശ്വാസത്താൽ അവൻ ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അന്ധനായ മനുഷ്യൻ ഹല്ലേലൂയ അവൻ വിശ്വാസം അവന്റെ അകത്തെ കണ്ണിനെ പ്രകാശിപ്പിച്ചു. ഹല്ലേലൂയ. ആ അന്ധനായ മനുഷ്യന്റെ അകത്തെ കണ്ണുകളെ അവന്റെ ഉള്ളിലുള്ള വിശ്വാസം പ്രകാശിപ്പിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ആരെങ്കിലും പിടിച്ച് ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നേ. ഹല്ലേലൂയ അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം ഒരുവന്റെ അകത്തെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. വിശ്വാസം ഒരുവന്റെ അകത്തെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനിടയായിത്തീരും. അകത്തെ മനുഷ്യനെന്ന് ഹല്ലേലൂയ നീ കേട്ടിട്ടുണ്ടോ? ആമേൻ. നിന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. ഗൂഢമനുഷ്യൻ എന്ന് പത്രോസ് അതിനെ കുറിച്ച് പറയുന്നു. അകത്തെ മനുഷ്യൻ എന്ന് പൗലോസ് പറയുന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ആ അകത്തെ മനുഷ്യന്റെ കണ്ണുകളെ ഹല്ലേലൂയ ആമേൻ നിന്റെ വിശ്വാസം
ഹല്ലേലൂയ അവനെ പ്രകാശിപ്പിക്കുമെന്ന് കർത്താവിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനായ മനുഷ്യൻ തന്നെ പുതപ്പിട്ട് കളഞ്ഞു. കാരണം അവൻ ഓടി യേശുവിന്റെ അടുക്കൽ വന്നു. കാരണം ഹല്ലേലൂയ അവൻ അന്ധനാണ്. പക്ഷേ അവന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം അവന്റെ അകത്തെ കണ്ണിനെ പ്രകാശിപ്പിച്ചു. അവൻ ആരുടെയും സഹായമില്ലാതെ യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. വചനം പ്രകാരം പറയുന്നു, യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് റബ്ബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം ഹല്ലേലൂയ ആമേ അവന്റെ ജീവിതത്തിൽ ആമേ ഹല്ലേലൂയ സൗഖ്യമായി വിടുതലായി വെളിപ്പെടുമെന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ അവ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേ, ഹല്ലേലൂയ, സ്തോത്രം. ആമേ, വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ആമേ തങ്ങളുടെ ജീവിതത്തിൽ അവൻ പിടിച്ചു നിർത്തുന്നവർ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ജീവിക്കുന്നവന് മാത്രമേ ദൈവത്തെ ഹല്ലേലൂയ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയെന്ന് ഹല്ലേലൂയ എബ്രായ ലേഖകൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന അവൻ വ്യക്തി ജീവിതമേ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. അവന്റെ വിശ്വാസം നിന്റെ ജീവിതത്തിലുള്ള ആശയുടെ ഉറപ്പാണ്. നീ വിശ്വസിക്കുന്ന വിശ്വാസം, നീ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഹല്ലേലൂയ നിന്റെ ആശയുടെ ഉറപ്പാണ്. നിന്റെ ആശയുടെ ഉറപ്പാണ് നിന്റെ വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിനക്ക് ലഭിക്കേണ്ട വിടുതലിനെ കുറിച്ച് നീ ആശിക്കുക, നീ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നീ അതിനെ വിശ്വാസത്താൽ കാണുക. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ജീവിതത്തിൽ വിടുതലായി സൗഖ്യമായി തന്റെ വചനത്തെ അയച്ച് കർത്താവ് നിന്റെ ജീവിതത്തെ വിടുവിക്കുന്നത് വിശ്വാസത്താൽ കാണുക. കർത്താവ് പ്രകാരം ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അവൻ സൗഖ്യമായി, ഹല്ലേലൂയ ആ അന്ധനായ ഭൃത്യമായി സൗഖ്യമായി കർത്താവിനെ അവന്റെ യാത്രയിൽ അനുഗമിച്ചു എന്ന് ദൈവവചനത്തില് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ മനുഷ്യൻ സൗഖ്യമായി ഹല്ലേലൂയ അവനെ അനുഗമിക്കുവാൻ ഇടയായി തീർന്നു. അവനെ അനുഗമിക്കുന്ന ഹല്ലേലൂയ ഒരുവനായി ആ അന്ധനായ മനുഷ്യനെ ദൈവം മാറ്റുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസം ദൈവ പ്രവൃത്തിക്ക് കാരണമായി തീരും. അത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം പ്രാപിക്കുവാൻ, ഒരു അടയാളം പ്രാപിക്കുവാൻ നമ്മെ ശക്തീകരിക്കും. അത് നമ്മെ സഹായിക്കും. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ഒരു വലിയ പ്രവൃത്തി നിങ്ങൾ വിശ്വാസത്താൽ ചെയ്യുവാൻ ഇടയായി തീരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.